ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇതൊരു BR റാങ്ക് മാച്ചാണ്ടാവും ഗായ്സ്. എന്താവുമെന്ന് അറിയില്ല കേട്ടോ, ജയിക്കുമോ തോക്കുമോ എന്നറിയില്ല. അങ്ങനെ കളിച്ചൊരു മാച്ചാണ്. നമ്മുടെ ടീം ഫുള്ളും മലയാളി സ്ക്വാഡായിരുന്നു, അതുകൊണ്ട് അത്ര കുഴപ്പമില്ലാതെ പോയി. പിന്നെ അങ്ങോട്ട് നമ്മൾ കളിച്ച് പിന്നെ നമ്മുടെ ഫോണിൽ നല്ല ലാഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റത്തില്ല അധികം. ലാഗ് പുതിയ ഫോൺ വാങ്ങിക്കണം, അതും കൂടി കഴിയുമ്പോൾ ലാഗ് മാറിക്കോളും. ഞാൻ ശരിയാക്കാൻ കൊണ്ടുണ്ട്, അതാവുമ്പോൾ മാറിക്കോളും ലാഗ്. അപ്പം ഇവിടെ തന്നെ നമ്മളെ അടിക്കാൻ വന്നിട്ടുണ്ട്. ലാഗ് കാരണം നമുക്കിവിടെ അടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, അടിക്കാൻ ശരിക്കും പറ്റിയിട്ടില്ല. മിനി ഷോട്ട് ഗൺ എടുത്ത് ബേബി ഷോട്ട് ഗൺ എടുത്ത് അടിക്കാൻ നോക്കിയതാണ്, എന്നാലും പറ്റിയില്ല, ഒടുക്കത്തെ ലാഗ്. അപ്പോൾ നമ്മളെ അനിയൻ പൊക്കി വിടാന്നൊക്കെ പറഞ്ഞ് ബാക്ക് അടിച്ച് പൊക്കി വിട്ടിട്ടുണ്ടപ്പാ. അപ്പോൾ ഈ നമ്മ റിവെഞ്ച് എടുക്കാനൊന്നും പോയതൊന്നുമില്ല, ഇവിടെ തന്നെ വന്ന് പുകയുടെ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങിയിട്ടില്ല. സോറി ഗൈസ്, എനിക്കൊരു തെറ്റ് പറ്റിയായിരുന്നു. മലയാളി സ്ക്വാഡ് ഫുള്ളായിട്ടില്ല, ഒരാൾ എന്തോ വെച്ചിട്ടെടുത്തെന്തോ പോയപ്പോൾ പുതിയൊരു പ്ലെയർ കയറി വന്നു. ഒരെണ്ണത്തിന് അവിടെ ഭ്രാന്ത് കയറിയിരിക്കണം, അതുകൊണ്ട് അങ്ങനെ കാണിക്കാം. കിട്ടാൻ ഭ്രാന്താണ് ഒരെണ്ണത്തിന്. ഗൈസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ അനിയമ്മ അവിടെ വീണിട്ടുണ്ട്, എന്താന്ന് പോയി നോക്കാൻ പോണേ. അപ്പോഴായിരുന്നു എനിമി അവൻ അടിച്ച് ഫിനിഷാക്കി വിട്ട്. നമ്മ ഒന്നും നോക്കിയില്ല, കയറി ചെന്ന് എനിമിക്ക് നല്ല ഡാമേജൊക്കെ കൊടുത്ത്. അപ്പോഴേക്കായിരുന്നു ആ എനിമി അവിടെ ഫുള്ള് ഗ്ലൂ ആളിട്ട് മുറിയത്. അപ്പോഴായിരുന്നു എൻ്റെ അനിയൻ പറയണ ഫുള്ളും ചുറ്റിനൊന്നും കവർ ചെയ്ത് അടിക്കണേണെന്ന്. അപ്പോഴേക്കും ഞാൻ നേരെ എനിമീൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് തന്ന് എനിമിനെ അടിക്കാൻ നോക്കിയിട്ട് പറ്റണില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ല ഗൈസ്. അപ്പോൾ ഈ ലാഗൊക്കെ കാരണം അങ്ങനെ ഒരു വിധത്തിൽ അടിച്ചൊക്കെ ഇട്ട് അത് കഴിഞ്ഞപ്പോൾ എനിമിനെ ഫിനിഷാക്കാൻ നിന്നപ്പോൾ നമ്മുടെ അനിയനെ പൊക്കി വിട്ട്. നമ്മുടെ ഗണ്ണ് നൈസായിട്ട് മാറിപ്പോയി, അതുകൊണ്ട് എടുക്കാൻ പോയത്. അപ്പോഴാണ് ആരും എടുത്ത് നല്ല എനിമി ഉണ്ടെന്നൊക്കെ കാണിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ റഷ് ചെയ്ത് അങ്ങോട്ട് ചെന്നത്. അവിടെ കുറേ എനിമി, ഒരു കൂറ്റൻ എനിമിയുണ്ട് അവിടെ, സ്കോഡായിട്ട് ഇരിക്കണേ. ഒരു കിണ്ണ ഫൈറ്റും ഉണ്ട് അവിടെ. ഞാനിങ്ങനെ നോക്കിയിരിക്കണേ എനിമിനെ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരുത്തന്നെ നോക്കിയിട്ട് മറ്റേവനെ നോക്കിയിട്ട് അത് നമ്മൾ അതിനായിട്ടത് ബാക്കിൽ നിന്ന് ഒരുത്തന്നെ അടിക്കണം, അവനെ നോക്കിയിട്ട് അങ്ങനെ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കില്ല് കിട്ടിയിട്ടില്ല ഒന്നും. എല്ലാ അക്കങ്ങളെയും പൊക്കിക്കൊണ്ട് പോണേ.
അപ്പോഴേക്കും ബാക്കിൽ നിന്ന് വേറൊരുത്തൻ കാറൊക്കെ ഓടിക്കുന്നു. എന്ത് ഇവനാണെങ്കിൽ അപ്പോഴേക്കും ഫ്രീ സ്കിൻ എടുത്തിട്ട് അവൻ കൊടുക്കത്തടി. അപ്പൊ എൻ്റെ ആ കില്ല് മുഴുവൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവനടിച്ച് തീർക്കാനാണ് ഇത്തിരി പാട് വന്നത്. അപ്പോഴേക്കുമാണ് ഗ്ലൂ തീരാറായി. അതാ കുഴപ്പം. അപ്പോഴേക്കും നമ്മളെ അടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു ആ എനിമീനെ, നമ്മളെ മലയാള സ്കോഡിൽ ഒരാൾ. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് എവിടെ നിന്നൊക്കെ അടി വന്നത് കണ്ടുപോലുമില്ല. അപ്പം നമ്മുടെ സ്കോഡ് ഫുള്ളും പെട്ടെന്ന് ഫിനിഷായി. എവിടെ നിന്ന് അടിച്ചതെന്ന് പോലും കണ്ടില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.